വിധങ്ങളോർത്താ നമ്മിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നമ്മിടുമോ കഷ്ടതയിലും കാരം പിടിച്ചു കഷ്ടതയിലും കാരം പിടിച്ചു കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ ഭാരം ദുഃഖമേറിയപ്പോ മനം നൊന്ത് കരങ്ങിയപ്പോൾ ഭാരം ദുഃഖമേറിയപ്പോൾ മനം നൊന്തു കലങ്ങിയപ്പോൾ ചാരയണഞ്ഞു ആശ്വാസം നൽകി ചാരയണഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ ധൈര്യം നൽകിടും വചനം നൽകി ധൈര്യം നൽകിടും വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ നടത്തിയ വിധങ്ങളോർത്താൽ നമ്മിടുമോ. First of all, I convey my gratitude and greetings to Sanichayan for inviting me for this wonderful opportunity for an interview in this SO Houston Voice channel. Thank you, Sanichayan and team for this invitation. Thank you. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ബാബു കൊച്ചുമ്മൻ. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് മുഖത്തല എന്ന് പറയുന്ന ഗ്രാമമാണ്. ഈ മുഖത്തല പ്രദേശത്ത് ടി കൊച്ചുമ്മൻ, എൻ്റെ പിതാവിൻ്റെ പേര് ടി കൊച്ചുമ്മൻ, എൻ്റെ മാതാവിൻ്റെ പേര് ഏലിയാമ്മ കൊച്ചുമ്മൻ. ആ 1970 മെയ് മാസം 20-ാം തീയതിയാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുഖത്തല ആലുമൂട് UP സ്കൂൾ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ആലുമൂട് UPGS സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അവിടെ നിന്ന് 75 to 82, അവിടെ നിന്ന് 82 to 85 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുണ്ടറ മാർത്തോമ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 85-ൽ അവിടെ നിന്നും 10-ാം ക്ലാസ് പാസ്സായി. ആ സ്കൂളിലെ അന്ന് 5 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നതിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊല്ലം തങ്കൾ കുഞ്ഞ് മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് മാത്ത്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ ഐച്ഛികമായിട്ടെടുത്ത് പഠിച്ചു, കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ശേഷം പിന്നെ കൊല്ലം ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ നേടി. അതിനുശേഷം ചില ചെറിയ കോഴ്സുകളൊക്കെയും പഠിച്ച് പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലുള്ള
കെൽട്രോൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പോലെ UP ഗവൺമെൻറ് കീഴിലുള്ള അപ്ട്രോൺ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അപ്ട്രോൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നതായ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ കൊച്ചി ക്യാമ്പസിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സിൽ മറ്റൊരു ഡിപ്ലോമ കൂടി എടുത്തു. അങ്ങനെ കുറച്ചു കാലമൊക്കെയും ഇങ്ങനെ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുകയും ഏത് വിധേനയും ഒരു സർക്കാർ ജോലി നേടുക എന്നുള്ള വലിയ അഭിലാഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക ആപ്ലിക്കേഷനുകളൊക്കെ അയക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടം 91, 92 ആ കാലഘട്ടത്തിൽ ഇങ്ങനെ കേരള പോലീസിലേക്ക് 91-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. കേരള പോലീസിലേക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു. ഞാൻ അത് അപേക്ഷിച്ചു. ആ പരീക്ഷ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം പാസ്സായവരെയെല്ലാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്പോർട്സ് ടെസ്റ്റിൽ 7 ഐറ്റങ്ങളുണ്ട്. അതിൽ 5 ഐറ്റം ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ 5 ഐറ്റം ആദ്യത്തെ 6 ഐറ്റങ്ങളിൽ 5 ഐറ്റം ക്വാളിഫൈ ചെയ്തു. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നു. അതിനുശേഷം പിന്നീട് പ്രൈമറി മെഡിക്കൽ പരിശോധനയുണ്ട്. ആ മെഡിക്കൽ ടെസ്റ്റും പാസ്സായി. അങ്ങനെ ജോലി നോക്കിയിരിക്കുന്നതായ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ കേബിൾ ചാനലായ ന്യൂസ് ചാനലായ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് അത് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. കേരളത്തിലെ ആദ്യത്തെ കേബിൾ ശൃംഖലയാണ്. അവിടെ എനിക്ക് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായിട്ട് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ കൊച്ചി യൂണിറ്റിൽ ഞാൻ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായിട്ട് ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിൽ ആ സമയത്ത് തന്നെ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിലും ക്വാളിഫൈ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. 1 വർഷം ഞാൻ ജോലി ചെയ്തു. പ്രൊബേഷൻ പീരീഡ് പൂർത്തിയായ സമയത്ത് പോലീസിൽ നിന്നും എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ഞാൻ 1996 ഫെബ്രുവരി മാസം 12-ാം തീയതി ട്രെയിനിങ്ങിനായിട്ട് പത്തനംതിട്ട ജില്ലയിലുള്ള മണിയാർ എന്ന് പറയുന്ന പോലീസ് ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് കടന്നു പോവുകയും ചെയ്തു. അന്ന് 26 വയസ്സാണ്. അപ്പോൾ അവിടെ 9 മാസത്തെ കഠിനമായ ട്രെയിനിങ്ങിന് ശേഷം കായിക പരിശീലനവും അതുപോലെ തന്നെ ലെക്ചർ ക്ലാസ്സുകൾ, ഗെയിംസ്, അങ്ങനെ പലതര ആക്ടിവിറ്റീസ് 3 മാസം കൂടുമ്പോഴാണ് 5 ദിവസത്തെ ബ്രേക്കിന് വീട്ടിൽ വിടുക. അങ്ങനെ 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ട്രെയിനിങ് പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡും ഒക്കെയും കഴിഞ്ഞു. അതിനുശേഷം നിയമനങ്ങൾ ലഭിച്ചു. പല കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ഇങ്ങനെ പല ജില്ലകളിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ള നിലകളിൽ അവിടെയെല്ലാം ഡ്യൂട്ടി ചെയ്തു. അങ്ങനെ ഇതിനിടയിൽ 1996-ലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ 4-ാം വർഷം ആയപ്പോൾ ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് ട്യൂട്ടറായിട്ട്, ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് നിയമനം ലഭിച്ചു. അങ്ങനെ 1 വർഷം പല തസ്തികകളിൽ ഓഫീസർ റാങ്കിലൊക്കെയും ട്രെയിനിങ്ങിനായിട്ട് വരുന്ന ഇവർക്ക് ട്രെയിനിങ് നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1 വർഷം ട്രിവാൻഡ്രം പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇങ്ങനെ ട്യൂട്ടോറിങ് അല്ലെങ്കിൽ ട്യൂട്ടർ എന്നുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ കേരളത്തിലെ എല്ലാ ട്രെയിനിങ് കോളേജുകളെയും ട്രെയിനിങ് സെന്ററുകളെയും ഒരുമിച്ച് മെർജ് ചെയ്തുകൊണ്ട് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമി എന്ന് പറയുന്നതായ സ്ഥാപനം ഉണ്ടായി. അങ്ങനെ കേരള പോലീസ് സെൻട്രലൈസ്ഡ് ട്രെയിനിങ് ആണ്. കേരള പോലീസ് അക്കാഡമിയിലേക്ക് അവിടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒഴിവ് വന്നു. അങ്ങനെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഞങ്ങളെ കുറേ ഇൻസ്ട്രക്ടേഴ്സിനെ തൃശ്ശൂർ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോയി നിയമനം ലഭിച്ചു. അവിടെയും പ്രവർത്തിച്ചു 4 വർഷം. അവിടെ വിവിധ തസ്തികകളിലുള്ള ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള എക്സൈസ് ഇൻസ്പെക്ടേഴ്സ്, വെഹിക്കിൾ ഇൻസ്പെക്ടർ, അങ്ങനെ പല തസ്തികകളിൽ നിയമനം ലഭിച്ചു വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് 4 വർഷം അവിടെ പ്രവർത്തിച്ചു. 2005 ആയപ്പോൾ കൊല്ലം ജില്ല
ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ കൊല്ലം ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി. 5 വർഷം കൊല്ലം സിറ്റിയിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചു. കൊല്ലം SP ഓഫീസിനുള്ളിലുള്ള ഡിസ്ട്രിക്ട് പോലീസ് നാർക്കോട്ടിക് സെല്ലിൽ ഓഫീസിൽ അവിടുത്തെ തസ്തികയിൽ റൈറ്റർ ജോലികൾ, ഡോക്യുമെൻറ്റേഷൻ വർക്കുകളുള്ള ജോലികളിലേക്ക് എനിക്ക് നിയമനം ലഭിച്ചു. ഈ കൊല്ലം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയതിന് ശേഷം CDIT എന്ന് പറയുന്നതായ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഒരു സ്ഥാപനമാണ് CDIT. അതിൻ്റെ കൊല്ലം ബ്രാഞ്ചിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന കമ്പ്യൂട്ടർ ഡിപ്ലോമ ഷോർട്ട് ടൈം കോഴ്സാണ്. അത് പാസ്സായി. അത് പഠിച്ചു. MS ഓഫീസ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടുന്ന് പഠിച്ച് പാസ്സായി. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന നാർക്കോട്ടിക് സെല്ലിൽ അവിടെ കമ്പ്യൂട്ടറിൻ്റെ ആ ജോലി കൂടി, ഡോക്യുമെൻറ്റേഷൻ വർക്കുകളെല്ലാം പിന്നെ ഏറെക്കുറെ കമ്പ്യൂട്ടറിലായി. അതൊക്കെയും കമ്പ്യൂട്ടറിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ മന്ത്ലി റിവ്യൂ കോൺഫറൻസുകൾക്കുള്ള ഫയലുകൾ തയ്യാറാക്കുക, ക്രൈം കേസുകളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് ഏൽപ്പിക്കുക. അങ്ങനെ അതെല്ലാം ഓഫീസർ DYSP ആണ് അതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ. ബട്ട് വി ആർ ഹെൽപ്പിംഗ് ദ ബോസ്. ആ നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 2011 വരെ കൊല്ലം സിറ്റിയിൽ ജോലി ചെയ്തു. കൊല്ലം സിറ്റിയിൽ തന്നെയുള്ള മറ്റൊരു സബ് ഡിവിഷനായ ചാത്തന്നൂർ പോലീസ് സബ് ഡിവിഷനിലേക്ക് 2011 ട്രാൻസ്ഫർ ഓപ്ഷൻ കൊടുത്തു. ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ചാത്തന്നൂർ സിറ്റി ലിമിറ്റിലുള്ള കൊല്ലം സിറ്റി പോലീസ് ലിമിറ്റിലുള്ള ചാത്തന്നൂർ DYSP ഓഫീസിൽ തന്നെ അവിടെയും ഡോക്യുമെൻറ്റേഷൻ വർക്കുകളിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെയും പോസ്റ്റിംഗ് ലഭിച്ചു. അങ്ങനെ അവിടെ 5 വർഷം അവിടെയും ജോലി ചെയ്തു. അവിടെ വർക്കുകൾ മറ്റൊരു മോഡാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ പെറ്റീഷൻ എൻക്വയറീസ്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, ഇതെല്ലാം ഓഫീസർക്ക് വേണ്ടി, ഓഫീസറെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, DYSPയെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള വർക്കുകൾ ചെയ്ത ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെയും കമ്പ്യൂട്ടർ വേർഡിലും അതുപോലെ കോടതിക്ക് സമർപ്പിക്കേണ്ടുന്ന റിപ്പോർട്ടുകൾ, അഫിഡവിറ്റുകൾ, കേരള ഹൈക്കോടതി പല കേസുകളിലെയും അങ്ങനെ പല പ്രവർത്തനങ്ങളുണ്ട്, പല ഫങ്ഷൻസ് ഉണ്ട്. അതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ എഴുത്തും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് 2016 ആയപ്പോഴേക്കും ഇവിടെ ഞങ്ങളുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഹൂസ്റ്റണിലുള്ള മിസ്റ്റർ വർഗീസ് കൊച്ചുമ്മൻ ആൻഡ് ഭാര്യ മിസ്സസ് ആനി വർഗീസ്, അവർ ഞങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലേക്ക് വരാനായിട്ട് ഫയൽ ചെയ്തിരുന്നു നേരത്തെ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിസ പ്രോസസ്സിങ്ങിനുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ചു. മദ്രാസിൽ പോയി ബയോമെട്രിക്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബോംബെയിൽ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂവിന് പോയി. ഞങ്ങൾക്ക് വിസ കിട്ടി. അങ്ങനെയാണ് 2016 ജൂൺ മാസം ഞങ്ങൾ അമേരിക്കയിലേക്ക് ഫാമിലിയായിട്ട് കടന്നു വരുന്നത്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഭാര്യ മിസ് അനിത ബാബു, അത് മകൻ ജോയൽ ബാബു, മോള് ലയ ബാബു, ഞങ്ങൾ 4 പേര് ഞങ്ങളുടെ ഫാമിലി. അതുപോലെ ഞങ്ങൾ 3 ഫാമിലീസ്, അങ്ങനെ സഹോദരങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. എനിക്ക് മൂത്ത 2 പേര്. അങ്ങനെ എൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ് നാട്ടിൽ പഠിച്ച് പാസ്സായിട്ട് ജയിച്ചതിന് ശേഷം വന്നു. മോള് 5ാം ക്ലാസ് പാസ്സായിട്ട് വന്നു. അങ്ങനെ അവരിവിടെ വന്ന് ഹൈസ്കൂളിലും മിഡിൽ സ്കൂളിലും ഒക്കെ ചേർന്ന് പഠനങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ ഞങ്ങളുടെ മോന് ജോയൽ ബാബു ഇവിടെ റേഡിയോളജി
കോഴ്സ് പഠിച്ചു, പാസ്സായി, സ്റ്റേറ്റ് ബോർഡ് ലൈസൻസ് എടുത്തു. അങ്ങനെ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി മെമ്മോറിയൽ ഹെർമനിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കി വരുന്നു. മകള് ഹൈസ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ ജൂനിയർ കോളേജിൽ സെക്കൻഡ് ഇയറിൽ കമ്പ്യൂട്ടർ സയൻസ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ മുഖത്തലയിൽ ക്രൈസ്തവർ പൊതുവെ പറയുമ്പോൾ അവരുടെ സഭ അല്ലെങ്കിൽ വിശ്വാസം കൂടി ചേർത്ത് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞങ്ങൾ മുഖത്തല ഇവാഞ്ചലിക്കൽ ഇടവക സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ സഭയിലെ അംഗങ്ങളാണ്. ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്ന മൂത്ത ബ്രദർ എന്ന് പറയുന്നത് മിസ്റ്റർ വർഗീസ് കൊച്ചുമ്മൻ, വീട്ടിൽ വിളിക്കുന്ന രാജു എന്നാണ്, വർഗീസ് കൊച്ചുമ്മൻ ആൻഡ് മിസ് ആനി വർഗീസ്. അവർ ഇവിടെ ഹൂസ്റ്റൺ ഇമ്മാനുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ സ്ഥാപക അംഗം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർമാരിൽ ഒരാൾ ആണ്. അങ്ങനെ അവർ പെന്തക്കോസ്ത് സഭയിലും ഞങ്ങൾ മറ്റ് സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഇവാഞ്ചലിക്കൽ സഭയിലും കൂടി വരുന്നു. ഹൂസ്റ്റൺ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൂസ്റ്റൺ, ഗ്രേറ്റർ ഹൂസ്റ്റൺ പാരിഷ്, ആ പാരിഷിലാണ് ഞങ്ങളിപ്പോൾ അംഗങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇതാണ് പൊതുവിൽ പറയാനായിട്ടുള്ള ഇൻട്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.